ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ ടിക്ക കബാബ് 3 നിറത്തിലും 3 ഫ്ലേവറിലും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മിൻറ്റ് മയോ സോസും ഒരു മിൻറ്റ് വിത്ത് കേർഡ് ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇതിൽ ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിന് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാൻ ചിക്കൻ ബ്രസ്റ്റ് 3 ഫ്ലേവറിന് വേണ്ടി 3 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഗാർലിക് പേസ്റ്റ്, അതായത് വെളുത്തുള്ളി പേസ്റ്റ് 3 എണ്ണത്തിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയുടെ പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ഞാൻ 1/2 ടീസ്പൂൺ വീതം 3 എണ്ണത്തിൽ ഇടുന്നുണ്ട്. ഇനി ഗ്രീൻ ടിക്കയിൽ നമ്മൾ 2 ടീസ്പൂണോളം ചില്ലി പേസ്റ്റ്, ഗ്രീൻ ചില്ലി പേസ്റ്റും വൈറ്റ് ടിക്കയിലും റെഡ് ടിക്കയിലും ഓരോ ടീസ്പൂൺ വീതം ചില്ലി പേസ്റ്റും ഇടുന്നുണ്ട്. ഗ്രീൻ ചില്ലി പേസ്റ്റ് നിങ്ങളുടെ ടോളറൻസിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രീനിലും റെഡിലും 1 ടേബിൾ സ്പൂൺ വീതം തൈരും, വൈറ്റ് ടിക്കയിൽ 1.5 ടേബിൾ സ്പൂണോളം തൈരും ചേർത്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ളത്. ഇനി 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ പൗഡർ 3 ടിക്കയിലും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതും 3 ടിക്കയിലും ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടണം 3 എണ്ണത്തിലും. ഇനി ഗരം മസാല 1/2 ടീസ്പൂൺ വീതം 3 ടിക്കയിലും ഇടണം. ഗ്രീൻ ടിക്കയിലേക്ക് മാത്രം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി ഗ്രീനിലും റെഡിലും ഇടണം. ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ വീതം ഗ്രീനിലും വൈറ്റിലും ഇടണം. പിന്നെ ചാറ്റ് മസാല 1/2 ടീസ്പൂൺ വീതം 3 ടിക്കയിലും ഇടണം. റെഡ് ടിക്കയിൽ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ ടിക്ക മസാല ഇടുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഒരു 1 ടീസ്പൂണോളം വീതം 3 ടിക്കയിലും ഇടണം. ഇനി വൈറ്റ് ടിക്കയിൽ കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്ത് ഒരു ടേബിൾ സ്പൂണോളം ഇടാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 2 to 3 hours എങ്കിലും വയ്ക്കുമെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് ഗ്രീൻ ടിക്കയിൽ ഗ്രീൻ കളറൊക്കെ കിട്ടുന്നതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് മല്ലിയിലയും ഒരു 1/4 കപ്പ് പുതിനയിലയും കൂടി അരച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ച ശേഷം ഉണ്ടാക്കുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുമ്പാണ് ഞാൻ ഈ പുതിനയും മല്ലിയിലയും കൂടി അരച്ച് ചേർത്തേക്കുന്നത് ഗ്രീൻ ടിക്കയിൽ. ഇനി ഒരു സ്ക്രൂവറിൽ നമുക്ക് തിന്നായിട്ട് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് ഈ സ്ക്രൂവറിലേക്ക് അതിനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ 3 ടിക്കയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫോയിൽ പേപ്പർ കവർ ചെയ്തിട്ടുണ്ട് ട്രേയിൽ. ഇത് കുറച്ച് ഒന്നകത്തി ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് ഇപ്പം. ഇനി 350 ഡിഗ്രി ചൂടാക്കിയ ഓവനിലേക്ക് ഞാൻ ആദ്യം ഒരു 15 മിനിറ്റ്സോളം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് എടുത്ത് മെൽറ്റഡ് ബട്ടർ അതിൽ തേച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് ഇട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രോയിൽ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഗ്രില്ല് ഓപ്ഷന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സോസിൻ്റെ പരിപാടികൾ തുടങ്ങാം. ആദ്യം ഞാൻ ഒരു 1/4 കപ്പോളം പുതിനയിലയും 1/2 കപ്പ് മല്ലിയിലയും ഒരു ഗ്രീൻ ചില്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും ഒരു 1/2 ലെമൺ ജ്യൂസും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ സോസ്. ഇതിൽ നിന്നാണ് നമ്മൾ 2 സോസും റെഡിയാക്കുന്നത്. അതിനൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മയോണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പാത്രത്തിൽ ഞാനൊരു 1 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി മയോണീസിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം നമ്മുടെ മിൻറ്റിൻ്റെ ചട്നി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ അകത്തോട്ട് ഞാനൊരു 1.5 ടീസ്പൂണോളം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മയോണീസിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. തൈരിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പിടണം തൈരിൻ്റെ സോസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോഴത്തേനും നമ്മുടെ ഗ്രില്ലിൽ വെച്ചിരുന്ന നമ്മുടെ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ്, കാണാനും കഴിക്കാൻ സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മയോ മിൻറ്റ് സോസ് സൂപ്പറാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട്.
ചില ഇൻഗ്രീഡിയൻസ് മാത്രമേ മൂന്നെണ്ണത്തിനും വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.